ആ പിന്നെ ആ ആ ആ ആ ആ ആ ഏ കൊള്ളാമല്ലോ. ഏ ആ എന്തോ കൊള്ളാം. ഇതൊരു ദൈവം അതൊന്നും മാത്രം പോലെ ഇനി ഒന്ന് കുറെ കിട്ടാന് ഒരു എന്റെ അമ്മയ്ക്ക് എന്ന് പറയുന്ന ഒരാളും പിന്നെ വേറെ കുറെ ഒരാളുമാരും ഉണ്ട്. കാരണം ആ പീഡിയ എന്ന് പറയുന്നത് എന്റെ അനിയത്തി എന്ന് പറയുന്നത് പേടിച്ചുണ്ടല്ലോ ഒരുത്തരെ കൊന്നേറ്റ് നടക്കുന്നത്. കൊന്നേറ്റ് ഇൻഷുറൻസ് ഇതുപോലെ പറ്റിച്ചിട്ട് നടക്കുന്നത് തമിഴനെയൊക്കെ കേസ് കൊന്നേറ്റ് നടക്കുന്നത്. അവിടെ നമ്മളെ മുറിക്കാത്തിരുന്നാലും കണ്ടവരെ നമ്മളെ മുറിക്കാത്ത വരുന്ന കഥയുണ്ടാക്കുക. അത് തുളസി തന്നെ അവർക്ക് വളരെ പേര് കണ്ടിട്ടുണ്ടോ തുളസി? നമ്മൾ എവിടെ പോയാലും പറയും നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന അവർ വാടകയ്ക്ക് താമസിക്കുന്ന ഓണത്തിനെ കൊണ്ട് വരെ അവൻ ഇതിനൊക്കെയാണ് നമ്മുടെ അടുത്ത പുതിയ കയറാന് ഏതോ വല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ വല്ല പരമ്പരയല്ല നമ്മുടെ മണ്ണത്തോട്ട് കയറാന് ഇതൊക്കെ നമ്മളെ കൊണ്ട് അവരെന്നൊക്കെ ഇരിക്കുന്ന കുറെ സേവിച്ചമാര് ഈ കുറെ ക്രിമിനൽസ് കുറെ ഈ ബിജുപിയെക്കാട്ടി കൂടുതൽ ഈ ശ്രീരാജ് എന്ന് പറഞ്ഞ ക്രിമിനലും എന്റെ അമ്മച്ചി കുറെ കുറെ ഒട്ടാതെ കുറെ എവിടുമാര് വൈദ്യത്ത് കുടുംബത്തിലെ കുറെ മുതു അപരാധികളാക്കത്തില്ല എവിടുമാര് എന്റെ അമ്മയുടെ നിങ്ങൾക്കായിട്ട് തൊഴില് നിങ്ങളോട് കുത്തിയെടുക്കുന്ന ഓർമ്മയുണ്ടോ അവള് എന്റെ അമ്മച്ചി എന്ന് പറയുന്നത് നിങ്ങളോട് കുത്തിയെടുത്ത ഓർമ്മയുണ്ടോ? നമുക്ക് പേടിയാണ് അവരോട് അനിയത്തി കൂടി എന്റെ വീട്ടിൽ വന്ന് കിടക്കും ഒരു ഇടയ്ക്കൊരു പേടിച്ച് ഉണ്ടായിരുന്നു അവളിവിടെ അവളോട് സ്വത്തെല്ലാം വിചാരിച്ചു ഇങ്ങനെ വന്ന് എന്റെ അനിയത്തി എന്ന് പറയുന്നത് 10 ലക്ഷം വിരിഞ്ഞിട്ട് അവിടെ വന്ന് എന്റെ വീട്ടിൽ എന്റെ വസ്തുമാരെ അടിച്ചു മാറ്റാൻ എന്നെ മാറ്റണമെന്ന് പറഞ്ഞോണ്ട് ഈ 140 സെന്റ് ഇവിടെ ഈ വീടെന്ന് പറഞ്ഞ ഒരു കളി ആസിനെ കൊണ്ട് നടക്കുവാണ് ജോലി. അവരിങ്ങനെ പലരെ കൊന്നു നടക്കുക ഇവിടെ ജോലികൾ ഓരോരുത്തരുള്ള വീടുകളൊക്കെ കൊച്ചിനെ മകളേക്ക് മകളെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയത് ആ കൊച്ചിനെ ഇവിടെ വീട്ടിലും പിന്നെ ഞാൻ അറിഞ്ഞ ചക്കക്കഴിഞ്ഞൂടെ എന്റെ കാതിലാണ് എത്തുന്നത് ആ കൊച്ചിനെ ഇവിടെ കൊണ്ട് നടന്നു പിന്നെ ഇതെല്ലാം നമ്മൾ അറിയുന്നത്. എന്നിട്ട് ആ കൊച്ച് ഏതാണ്ട് അസുഖം പറഞ്ഞാൽ ഇവിടെ ഏതാണ്ടെല്ലാം കലക്കി കൊടുത്ത് ആ കൊച്ചിനെ വെറുതെത്തി കേട്ടോ. വീണു എന്നാണ് കൊച്ചിനെ പേര് ക്രിസ്ത്യാനി കൊച്ച് എന്തോ ആ അതുപോലെ ഇവരെ കുറിച്ച് എന്റെ തന്നെ ബന്ധുക്കൾ പറഞ്ഞത് എന്തോ മുരളി എന്ന് പറഞ്ഞാൽ ഇവരെ ഭർത്താവുണ്ടല്ലോ തമിഴിന് സോയാറ്റിക് പോയിസ് എന്ന് പറഞ്ഞത് കുറെ ഉണ്ട്. അതെല്ലാം കലക്കി കൊടുത്ത് വെറുതെത്തിയെന്നാ ഓലകെട്ടിയിലെല്ലാം പറയുന്നത്. നമ്മുടെ ഈ ബിജു എന്ന് പറയുന്ന വീട്ടിൽ ഓലകെട്ടി എന്നൊക്കെ പേര് എന്റെ വീട്ടിലൂടെ പോയായിരുന്നല്ലോ അന്നേരം എന്നോട് നാട്ടുകാരെല്ലാം ചോദിക്കുമായിരുന്നു ഈ കയ്യിൽ എന്തിനാ തെറ്റി തൂങ്ങി ചത്തേത് എന്നോട് ചോദിക്കുക കേട്ടോ നോക്കി എനിക്കറിയാം നമ്മളോടൊക്കെ എന്താ പറഞ്ഞത് കട്ടാക്കട്ടാന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് നമ്മൾ ഓലകെട്ടി ചെന്നപ്പോ നാട്ടുകാരെല്ലാം ചോദിക്കാം നിന്റെ അനിയൻ എന്തിനാ എന്തോ നിന്റെ അനിയത്തിന്റെ ഭർത്താവ് എന്തിനാ രക്തൂങ്ങിച്ചത് രക്തൂങ്ങിച്ചോ എന്താ രക്തൂങ്ങിച്ചെന്നാ നമുക്കറിയാം ഇതുപോലെ. പിന്നെ നാട്ടുകാർ രത്നമ്മേന്ന് പറഞ്ഞ എന്റെ അമ്മച്ചി എന്ന് പറയുന്നത് കുറെ മുക്തിയായിരുന്നു അവന്മാര് ചോദിച്ചത് ഇതൊക്കെ നല്ലപോലെ ഞാനൊക്കെ കൊന്നേക്ക് കെട്ടിത്തൂക്കിയത് അവനെ കൊന്ന് കെട്ടിത്തൂക്കി വിടുവാനോ ഇപ്പൊ നമ്മളെ കൊണ്ട് കെട്ടിത്തൂക്കാനായിട്ട് നടക്കും. നമ്മളെ മണ്ണത്തോട്ട് കുറെ DDT കുറെ വിഷം നമ്മളെ കണ്ണിനകത്തോട്ട് കുറെ DDT വിഷം എല്ലാം കൂടെ അടിക്കുക. ഇപ്പം ഈ ചാതയെ കൊന്നതുപോലെ നമ്മളെ കൊല്ലാനായിട്ട് നടത്താൻ കുറെ അവന്മാര് കുറെ പറയും കുറെ റേഡിയേഷനും അതും ഇതെല്ലാം നമ്മൾ തലയ്ക്കോട്ട് അടിക്കുക നമ്മൾ അവരോട് അടിക്കുക നമ്മളെ പേടി കുറെ അവന്മാര് ഇവിടെ കേൾക്കാൻ പോകുന്ന കഥ ഉണ്ടാക്കുന്നത് ചെറുപ്പുറ്റിയാണ് പഠിക്കാൻ പറ്റുന്നത്. ചെറുപ്പുറ്റി ഒറ്റ അടിച്ച് പഠിക്കാൻ വേണ്ടിയല്ല പെരുമാറ്റം തന്നെ ഒക്കെ ഉണ്ടാക്കുക നമ്മളെ കുറിച്ച് കേട്ടോ. മുമ്പ് പെരുമാറ്റം പറഞ്ഞുണ്ടാക്കുന്നത് എങ്ങാണ്ട് പെരുമാറിയല്ലോ ഇങ്ങനെ പോലെ വിഷമം കലക്കി ഈ പീഡിയെന്ന് പറയുന്നത് ഞാൻ എന്റെ കണ്ണിന് കണ്ടതാ ആസിഡ് വാങ്ങിക്കുന്നത് ആസിഡ് എന്നിട്ട് അവിടെ പറയുവാണേ ഇപ്പൊ അവിടെ കുളിമുറി കഴിക്കാൻ ആസിഡ് വാങ്ങിച്ചത് കുളിമുറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും കുളിമുറി കഴിക്കാൻ ആസിഡ് വാങ്ങിക്കുന്നത്? നിങ്ങൾ വേറെങ്കിലും നിങ്ങൾ പല വീട്ടിൽ പോകുന്നുണ്ടല്ലോ ജോലിക്ക് ആരെങ്കിലും കുളിമുറി കഴിക്കാൻ ആസിഡ് കൊണ്ട് കഴിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏത് പ്രതി ഇവിടെ പറയുക ആസിഡ് നമുക്കൊക്കെ കലക്കി തരാനാണ്. എനിക്കിവിടെ കുറെ കലക്കി തന്നു ഇവിടെ എന്നെ കൊണ്ടുപോയത് പാലക്കാട് നിർത്തിയേച്ച് ഇവിടെ ഭയങ്കര മുട്ട് കഴിയാണ് ഇവിടെ വേളകാലത്ത് നടക്കുക ഇങ്ങനെ പാലക്കാട് പൂരക്കാട് ഇങ്ങനെ എഴുതാൻ ആർക്കറിയാം ഇങ്ങനെ നടക്കുക. അവരെ കൊല്ലുന്നതിന് മുമ്പ് മുരളിയെ കൊല്ലുന്നതിന് മുമ്പ് അവിടെ മുരളിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നു പാലക്കാട്ടോട്ട് അറിയത്തില്ല അത് മുരളി പറഞ്ഞാൽ ഒറ്റയ്ക്ക്
അവളെ കൂടെ ഒറ്റയ്ക്കാക്കി ഒരിടത്തിൽ കുറെ പാടുപെട്ട് എന്റെ 5 CCTV ക്യാമറ ഇടത്തോടേക്ക് ഉണ്ടാകുന്ന കേട്ടിട്ട് വീട്ടിൽ അടിച്ചു കൊടുത്തത്. കാരണം നമ്മളെ കൊല്ലാനായിട്ട് കേട്ടോ. അവരെ കൊല്ലാനായിട്ട് ഇങ്ങനെ നമ്മളെ ഉപയോഗിച്ച് ഇപ്പോഴും നമ്മളെ മണ്ണിൽ ഉള്ള രീതിയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന നിങ്ങൾ വീണ്ടും ഇങ്ങനെ പൊടി അടിച്ചെന്ന് കയറുമോ? ഇവിടെ എന്തുവാ പൊടി എന്തോ ഈ രീതിയൊക്കെല്ലാം കൂടെ അടിക്കാൻ നമ്മുടെ മണ്ടത്തോട് നമ്മൾ തൊലിയെല്ലാം പാകപ്പിച്ചിലാക്കാനായിട്ട് നമ്മൾ തൊലികൾ കൊള്ളിക്കണ തൊലിമാറെ നമ്മൾ തൊലി കൊള്ളിക്കാൻ പല രീതിക്കെല്ലാം നമ്മുടെ മണ്ടത്തോട് അടിക്കുക. മഹാ കൊണ്ട് ഇവന്മാരെ കൊണ്ടുവരാം. അത് അന്യത്തിന് പറഞ്ഞാൽ അതുകൊണ്ടല്ല മുതലില്ല എന്തോ കൂടത്തായി ജോലിയുടെ 10 ഇരട്ടിയത് ഇങ്ങനെ നടക്കുക ഞങ്ങളുടെ തേന്മാരിയെല്ലാം. എന്നാ ശരി. അവിടെ എന്റെ അന്നത്തിന്ന് പറഞ്ഞ കളിയുടെ കളിയോട് കിടക്കുക. എന്റെ പൊട്ടൽ ഇനി അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ളത് ഇവിടെ വന്ന് കിടക്കുക. 10 ലക്ഷം ഇവിടെ ഓടിച്ചെടുത്ത് തീരായിരം രൂപ പറഞ്ഞാണ് ഓടിച്ച് 10 ലക്ഷം എന്റെ അമ്മയുടെ ഈ സഭയുടെ കുമ്പോണെ പുറത്ത് കൊടിയെന്ന് പറയുന്നത് അവരെ പെരുമ്പഴ സർക്കാരിന്റെ എല്ലാം മോടിച്ച് വിജയിച്ച് അവള് ഈ പീഡെന്ന് പറയുന്നത് 10 ലക്ഷം അടിച്ചു മാറ്റിയിട്ട് എന്റെ വീട്ടിക്കൊണ്ടിരിക്കുക അവിടെ കേട്ടോ. നിങ്ങൾക്കറിയില്ല അവിടെ സ്വപ്നം കൊടുത്ത എന്റെ സ്വത്ത് എന്റെ വീട് 146 സെന്റ് സ്ഥലം എനിക്കുണ്ട്. നമ്മളെ അവിടെ ഓടിച്ചതാണ് ഓടിച്ചു സ്വപ്നം വിളിച്ചു വെച്ചാൽ ഇവിടെ നടക്കും. നമ്മളെ വളരെ സ്വത്തം നമ്മൾ എവിടെ പോയി ഡൽഹി വന്നാലും അതിന്റെ കോഴിക്കോടുണ്ട്. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന അത് ഓണർമാരെ വിളിക്കുക. എങ്ങനെയൊക്കെയാണ് നമ്മളെ വഴി വരാന്? കണ്ടാലൊക്കെ കയറി വരുന്നത് സമയം ഉണ്ടാക്കുക. എന്താ കഥയായിരുന്നത്? ചെമ്മാടി കഥ അടിച്ചിട്ട് ചെറുപ്പുറ്റി അവിടെ പഞ്ചായത്ത് പോയിട്ടാണ് നമ്മള്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടാണ് കേട്ടത്? നിങ്ങൾ പലപ്പോഴും എന്റെ വീട്ടിനകത്ത് ഞാൻ ഉറങ്ങി കിടക്കും. നിങ്ങളൊന്ന് കടയിൽ കൊട്ടി വിളിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നത് ആ മതിയോ? അങ്ങനത്തെ കണ്ടലായി കൈതോട്ട മക്കളെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് സേവിച്ച് അമ്പത്തി മുമ്പ് സേവിച്ച് മക്കളെ ഇവരൊക്കെ 87ാമത്തെ വയസ്സിലൊക്കെ ദേശീയാലയത്തിന് പോയി ദേശീയ പണി ചെയ്ത് അതിൽ നല്ലതാ മക്കളെ വെച്ചിരിക്കുന്നതിനെ കാട്ടില് ആ മതിയോ മുദ്രത്തി? ദേശീയ പണി ചെയ്യുന്ന നല്ലത് വിമാനത്തെ മുമ്പ് ദേശീയൊക്കെ നിങ്ങളുടെ മക്കളെ കണ്ടാലും കൂടെ കൊണ്ടുപോകുന്ന കടയിൽ നടക്കുന്നവരെ സമയല്ലോ. കേട്ട പെരുമാറിയാ ശരി എന്നെ വിളിക്കാനാണേ. ഹലോ ഈ പല പോയത് മതിയിട്ട് തുളസി വന്ന സർവന്റ് വന്നായിരുന്നു. പഠിപ്പ് I just called actually. Inside my bedroom. No, okay. I never used any abusive word. I was just saying. Have you tasted now? Okay. And one more related, but I will send the screenshot. Okay. Okay.